അപ്പൊ അമ്മേന്റെ അടുത്താണ് ഞങ്ങളെ അമ്മ കൊറേയൊക്കെ എന്ന് പറഞ്ഞാൽ വേദനയൊക്കെ കൊറേ മാറി കൊറേ ലെവലായിട്ടുണ്ട് കേട്ടോ. ഇഞ്ചക്ഷൻ വെച്ചതുകൊണ്ടാ തോന്നുന്നുണ്ട്. ഉറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ട്. കുറച്ച് ചോറൊക്കെ കൊണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അമ്മേനെ ഇന്നത്തെ വിശേഷം. അമ്മോട് തിരിഞ്ഞായിരിക്കണത്. അതിന് അമ്മയ്ക്കാരും തിരിയാൻ പറ്റില്ല, വേദനയുണ്ട്. ഇങ്ങോട്ട് വേഗം തിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതന്നെയല്ലേ ഈ ഇരുത്തം കിടത്തം, അങ്ങനെ ആകുമ്പോ തന്നെ ഇടങ്ങാറല്ലേ. പഴയ പോലെ നടക്കണമൊന്നുമില്ലല്ലോ. അതിന്റെ ഒരു ഇത് ഇടങ്ങാറാണ്. പിന്നെ അതാ ഒരാള് പോകാൻ റെഡി ആയിട്ട് നിക്കാണ്. ഇന്നലെ വന്നതാണ്, ഇനി പോവുക നിക്കാണ്. മൂത്ത ആള് ഇവിടെ നിക്കൂട്ടോ. എന്തായാലും പറയും സിദ്ധിനോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞ ചിരിക്കണേ. അപ്പുവിന്റെ ഫ്രണ്ടാണ് ഇത് അപ്പുവിന്റെ ഫ്രണ്ട്സാ. പറയും പക്ഷെ ഇഷ്ടാണേ. എന്താ എപ്പോഴും പറയും. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോ അങ്ങനെ കൂടി വർത്താനം പറയാനൊന്നും കിട്ടുന്നില്ലെങ്കിലും ഒരു ഉണ്ടാകുമ്പോ ഒരു ഭയങ്കര കാര്യമാണ്. ഇനി പോയാ അതാണ്, ഇനി പോയാല് ഇത്രയും ഉണ്ടാവില്ല. ഭയങ്കര ഇടങ്ങാറാ. പിന്നെ ഞാൻ സന്ധ്യച്ചിന്റെ കുട്ടി ഇങ്ങോട്ട് വരാറുണ്ട്. ഇന്നലെ ഞാൻ വൈരുണ്ടാവും ഇപ്പൊ രണ്ടാളും ഉണ്ടായപ്പോ ജീവിക്കാണ് ഓരോന്നുണ്ടാക്കി കൊടുക്കാൻ. ഇല്ല കടക്കുന്നല്ലോ വർത്താനം പറയും. ഇന്നലെ ഭയങ്കര ആക്റ്റീവ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് നല്ലോണം. അപ്പാണത് എന്നൊക്കെ ചോദിക്കണ്ട്. അപ്പ് തന്നെയാണോന്ന്. ഓന്ന് ചക്കക്കൂട്ടം ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞതാ. പിന്നെ ഓനെ കണ്ടിട്ടില്ല. ചക്ക തിന്നാൻ നേരത്താ വന്നത്. അതിന് പറഞ്ഞിട്ട് കരന്ന് വേറെ പണികളായിരുന്നു അപ്പുന്. പണിയല്ലേ, ഉച്ചോളം പണിയായിരുന്നു. നമ്മളെ വാട്ടർ പ്രൂഫിന്റെ പണിയായിരുന്നു. അവിടെ ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ വീടിന്റെ മുകളില്. അത് ഉച്ചയായിട്ടുണ്ട് തീർന്നപ്പോ. അടിക്കാൻ വന്നിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ക്ലീൻ ആക്കി ഇടാൻ പറഞ്ഞതായിരുന്നു ഉരച്ച് കഴുകിയിട്ട്. അപ്പൊ പണിയത് ഞങ്ങളൊക്കെ അതൊക്കെ തീർത്തുണ്ട്. അപ്പൊ അതാ തോന്നുന്നുണ്ട് ഒരു സുഖം പോരാ. വലിയൊരു സുഖമല്ല. ഒരു വയറിന് എന്തോ വയ്യായിണ്ട്. ഒരു വിധത്തിലൊന്നും ഒരു കാര്യം പറയൂല. ഇതിപ്പോ എങ്ങനെ പറയാൻ പറ്റിയതാ. എന്നിട്ട് സന്ധ്യാന്റെ ഒരു നാടൻ മരുന്ന് ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. കുടിച്ചപ്പം പറഞ്ഞ് കുറവുണ്ട്. നാടൻ മരുന്ന് അറിയൂലേ. ആർക്കെങ്കിലും ഇവിടെ സുഖമുണ്ടല്ലോ. ഈ മരുന്ന് ഉണ്ടാക്കണ പണിയാക്കി ഉണ്ടായി കൊടുത്തു. ഒരു ഗ്ലാസും കൂടി ഉണ്ടായില്ല. കുറച്ച് വൈകുന്നേരം കൊടുക്കാം. കടുക് വറുത്തിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് ആ കടുക് മാറ്റിട്ട് ആ വെള്ളം വെളുത്തുള്ളി കുത്തിയിടണം. എന്നിട്ട് ആ തിളപ്പിച്ച വെള്ളം കൊടുത്താല് വയറിന് ദഹിക്കാതെ കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിലും വയറിന് അസ്വസ്ഥത, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തമ പരിഹാരമാണ് സന്ധ്യച്ചിന്റെ അതിട്ടോ. പക്ഷെ ചിരിക്കാനൊന്നുമില്ല, നല്ലതാണ്. നല്ല മരുന്നാണ്. ആർക്കും ഒരു വില ഇല്ലല്ലോ. ഇപ്പൊ പിന്നെ മാറിയപ്പോ എല്ലാവർക്കും ഒരു വിലയായി. ഇത്രയും വല്ല അമ്മയ്ക്ക് മാറി. അമ്മയ്ക്ക് അന്ന് അത്രയും വയ്യാത്ത അവസ്ഥയില് മാറി. പിന്നെ ഓന് മാറ്റണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. സന്ധ്യാന്റി പോവാനായി. സന്ധ്യാന്റിങ്ങോട് പറഞ്ഞ ഞങ്ങള് ഇനി ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് പോയാലോ എന്നാ വഴുതനയും കോവയ്ക്കയും പച്ചമുളകും പറിക്കാന്. അവളെ സ്ഥിരം പോയാലോ. ഒരു പാട്ടടി, പാട്ടൊന്നല്ലോ, ചെറിയ പാട്ട്. ഞാൻ പറഞ്ഞില്ല അപ്പാണ് വീഡിയോ പിടിക്കുന്ന വെച്ചാൽ അമ്മാനെ കൊണ്ട് ഏത് വയ്യെങ്കിലും ഒരു പാട്ട്. ഒരു ചെറിയ എന്താ ചെറിയതില്ലേ പാട കഴിഞ്ഞു അത്ര. അങ്ങനത്തെ പാട്ട്, ചെറിയ പാട്ട് പാടാത്ത കിട്ടും. ഇപ്പൊ വായിച്ച അമ്മമ്മക്ക് വായിച്ച് പാടാൻ വയ്യ. പിന്നെ എത്ര പാട്ട് പാടി അമ്മമ്മ. മാറിയിട്ട് വരാ പറയുമ്പോ മാറിയിട്ട് പാടാം. കവറും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് മുന്നില്. പിന്നെ ഒരു സാധനം നമ്മളെ റെഡ് ലേഡി ഇല്ലേ, അത് കളറ് മാറിയിട്ടുണ്ട്, പഴുപ്പ് വരാനായിട്ടുണ്ട്. അപ്പൊ അത് പറിച്ചാലോ എന്നുണ്ട്. മഴ ചെയ്തല്ലെങ്കിൽ അതിന് മധുരം പോകും. അപ്പൊ ആദ്യം നമുക്ക് സന്ധ്യാന്റെ എന്തൊക്കെയാ പറിക്കണോ ചോദിക്കട്ടാ. നീല മാങ്ങ പറയുമ്പോ നീല വഴുതനെയാണ് കേട്ടോ. പച്ചമുളക് വെള്ളയമത്ത കഴിഞ്ഞില്ലേ. വെള്ളയമത്ത ആ വെള്ളമത്ത കഴിഞ്ഞ ഇന്നാള് ഞാൻ പറിച്ചിരുന്നു. അതുകൊണ്ട് അത് തിന്നുണ്ട്. ഇപ്പൊ എന്താ മഴ ചെയ്തതിന്റെ ശേഷം കുറവാണ്. ഇതാ കടമുളക് പറിച്ച് കഴിഞ്ഞു. തീരുമാനമായിട്ടുണ്ട്. കവറ് ഒരു മുളക് എടുത്ത് തിന്നത് ഞങ്ങൾ വറക്കലുണ്ട് കേട്ടോ. ഉപ്പ് എന്താണ് മണിത്തക്കാളിയോ? അതുണ്ടാവും. മണിത്തക്കാളി വെള്ളരി ഫ്രിഡ്ജ്. വെള്ളരി
എന്താ ഇത് വർക്ക് ആ പഴുത്തതാ സന്ധിച്ച് നിങ്ങൾക്ക് പാവാനിത്തോളി കുഴപ്പമില്ല. ഷുഗറാണ്, ഷുഗറിന് പറ്റിയതാണ് കാരണം ആരോ. നമുക്ക് എന്താണെന്നറിയോ, ആ കറുത്തൊന്ന് പോയി നോക്കട്ടെ. നല്ലൊരു മഴ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. അപ്പോൾ ആദ്യം നമുക്ക് അത് പോയി നോക്കട്ടോ. നിങ്ങളെ വെക്കും ഞാൻ അധികമായാലോ പോയി മാറ്റട്ടെ. അപ്പൊ നമ്മൾ പോവാൻ നോക്കട്ടോ. എന്താ മാറ്റി ആ എന്നാലും സാധനം എടുത്തേക്കണ്ട്. ഇതാ 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 ഇതാണ് നമ്മളെ റെഡ് ലേഡി. അന്ന് നമ്മൾ വലിയ പപ്പായ വാങ്ങിയിട്ട് അതിന്റെ കുരു പാവിയെന്നില്ലേ, അത് മുളച്ചിട്ട് ഉണ്ടായ കുഞ്ഞാണിത്. ഞങ്ങൾ എല്ലാവർക്കും പക്ഷെ ഇത് ചീഞ്ഞതല്ല, ഓവർ പഴുപ്പായതാണ്. നല്ല മധുരണ്ട്. ഇനി നമ്മളതുമ്പോ ഏകദേശം അതായതല്ലേ, പഴുത്തതല്ലേ, കളറ് മാറിയിട്ടല്ലോ, മഞ്ഞ ചനച്ചതാണ്. നല്ല പഴുത്തിട്ടില്ല, നോക്കിയേ നോക്കിയേ. ഇതന്നെ അതന്നെ നല്ല പഴുത്തിട്ടെടുക്കണം, നല്ല വലുതാവുന്നത്. അല്ല, അടിയത്തത് ചെറുത്, മുകളിൽ മുകളിൽ പഴുത്തെടുത്തായി ചെറുതാണ് അപ്പ് എടുക്കണേ. പഴുത്തില്ല, ഒറ്റ നമുക്ക് നല്ലതാണ്. അങ്ങനെ കുളത്തി വെക്കുന്ന ഞാൻ എടുത്തരാം കൊണ്ട്. ആ കൈ കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുമോ? അന്നടിച്ചു പഴുപ്പായിട്ടില്ല കേട്ടോ, ചെനച്ച് കറിയില്ലേ, അതാണ്. അത്ര ആഗ്രഹം വീട്ടിലുണ്ടാവാന്. പക്ഷെ ഇത് പഴുത്തിട്ട് രസം. ഇത് മറ്റേതോടെ നോക്കണം, കുരു കളയണം, ചെത്തിരിക്കണം, പാല് കളയണം. റെഡി നമ്മളെ വീട്ടിലുണ്ടായിട്ട്. അതെ, ഉപ്പേരി വെക്കൊന്നും അറിയില്ല കേട്ടോ, ഞങ്ങൾ കേട്ടിട്ടില്ല. പേരൊക്കെ ഉണ്ടോ? ഇതിങ്ങനെ പഴുത്തല്ല രസം. നോക്കിയാൽ തോല് വെച്ച് തരാം. തരൂല, കത്തി തരൂല കേട്ടോ. അമ്മേനെ കാണാനേ അപ്പുറത്തെ ചേച്ചികൾ രണ്ടാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ 2 ചേച്ചികളും അങ്ങനെ 4 ഒന്നും അമ്മ അടക്കം 5 ആൾ അവിടെ ഭയങ്കര വർത്താനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുക്കള ഭാഗത്താണ്, നമുക്ക് ചെത്തിയിട്ട് അങ്ങോട്ട് ഉമ്മറത്തേക്ക് പോവാ വിചാരിച്ചിട്ടാണ്. ഇതുള്ളത് അപ്പൊ ഞാൻ പോകട്ടോ. ഇനി എന്നാ വരിക? ഇവരുണ്ട് പണിയുണ്ട്, അതാണ് പിടിച്ച് പോണത്. ഇന്നലത്തെ പണി പോയി, ഇന്നത്തെ പണി പോയി. നാളെ നാളല്ലേ പണി? മുഹറം 10 ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ധൃതി പിടിച്ച് പോണത്. ഇതേപോലെ പ്ലെയിനൊക്കെ ഒന്ന് പഞ്ഞു വരും ഞായറാഴ്ച ദിവസം. പിന്നെ ബൈക്കൊക്കെ ഉള്ളോട് ചിലപ്പോൾ രാത്രിയൊക്കെയാണ് വരവുണ്ടാകല്. എന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റിട്ട് പോകും പണിക്ക് പോകാനാകുമ്പോഴേക്കിന്. അങ്ങനെയാണ് കമ്പനിയിൽ പണിയെടുക്കല്ലേ. സിന്ധിച്ചാണ് അതിന്റെ ഉള്ളിലാണ് നിൽക്കണേ. അപ്പു അവിടെയും അപ്പു ആന്റിയതായാലും മാച്ചായി കിട്ടാല്ലേ. ഒരാൾ പാന്റ് എറിയട, അതാണ് അവിടെ ചർച്ച. 2 ആൾ അപ്പുന്റെ പാന്റ് ആണല്ലോ. അങ്ങനെ പുറത്ത് തിരക്കിരുന്നിട്ട് എത്ര ദിവസമായി? ഇന്നലെ തൊട്ടല്ലേ? ഇന്നലെയാണ് പുറത്തേക്ക് ഇറങ്ങി. ഇന്നലെ അടുക്കളയിൽ കൂടെ എങ്ങനെ പോയില്ലേ? ഞാൻ രാവിലെ ഒന്ന് വന്നിരിക്കേ, പിന്നെ ഒരു 3 മണിയാകുമ്പോ കുറച്ചേരം ഇരിക്കാൻ വായിക്കൂല. അപ്പൊ കുറച്ചേരാക്കണ്ടല്ലോ അങ്ങനെ. ഈ ബക്കറ്റ് മറ്റു മുകളിൽ ഇത് നാളെ പോരൂലേ? നാളെ മറ്റന്നാളെ കഴിഞ്ഞിട്ട് പോയിട്ടോ. അപ്പൊ അപ്പൂസേ അപ്പൂസേ എടാ ജടനാ ഇന്നെന്താണോ നേരത്തെ കുളി ഇതൊക്കെ ഉണ്ട്. കണ്ണിന് അറിയൂല കാര്യല്ല, കണ്ണ് കാര്യത്തിന് അറിയുള്ളൂ. കണ്ണ് വെറുതെ കണ്ണ് നിറഞ്ഞ നിമിഷം സന്ധ്യച്ചൂടി പോലെ 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 ഈ കാണില്ലേ ആ റോഡ്, ആ നീല നിർത്തിട്ട് എന്റെ ബസ് ഇവിടെ എത്തിയെന്നു.
അല്ല അത് വന്ന് കുറച്ചേരം അവിടെ തിരിച്ചിട്ട് നമ്മളിവിടെ തിരിക്കണ സ്റ്റോപ്പ് ഇവിടെയാണ്. അപ്പൊ ഇവിടെ തിരിക്കുക ഇങ്ങോട്ട് പോവാം. അപ്പൊ ഇവിടെ തിരിക്കണ സമയത്ത് നമുക്ക് ഇടയിൽ കൂടെ ഇറങ്ങിയ ബസ്സിക്കെത്താം. ബസ്സാണ് അല്ല അത് ഈ ബസ്സാ, സ്കൂൾ ബസ്സാണ്. ആ ജമന്തി ഇത് കൊണ്ടാണത്. നിങ്ങൾ പറയണ്ടേ ഇനിയിപ്പൊ അത് കളച്ചെടുത്തിട്ട് വേണം. ആ ചെടി വേണമെന്ന്. ചായ ഉണ്ട്. ചായയാണ്. ചായക്ക് ചക്ക കൂട്ടാനാണ് കടി. പക്ഷെ ചക്ക എടുക്കണില്ല കേട്ടോ. ചക്കൻ്റെ ആള് സന്ധിച്ചാണ് മെയിനായിട്ട് ചക്ക കൂട്ടുന്ന ആള്. അപ്പം എന്താ പോയി ചെയ്തില്ലേ ചാടിക്കാനൊക്കെ അങ്ങനെ കൂട്ടാൻ കൂടി കുത്തുന്ന കുടിക്കാൻ നല്ല രസമാണ്. പിന്നത്തെ അമ്മയാണ് ചക്കക്ക്. ചക്ക ഉണ്ടെങ്കിൽ കട്ടൻ ചായയും ചക്കയും ചോറും കൂടി വേണ്ട. ചോറെന്ന് വെച്ചാൽ ചോറിനുമില്ല ചക്കയിലെ തിന്ന അത് ചോറ് പോലെ വിളമ്പെടുക്കും. ഇപ്പം ഞങ്ങൾക്ക് അമ്മേൻ്റെ 2 റസ്കൊക്കെ ഉണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ ചായ വേണ്ടിയിട്ടോ. സന്ധ്യച്ചിൻ്റെ കുട്ടി വരുന്നുണ്ട് പറയുന്നത്. അപ്പം ഞാൻ ഈ ബസ്സിലുണ്ടോ അതാണ് ഇങ്ങനെ എത്തി നോക്കണം അങ്ങോട്ട്. പക്ഷെ ഇല്ല, ഈ ബസ് കിട്ടിയിട്ടുണ്ടാവില്ല. അവള് വണ്ടൂർ ഗേൾസിലാണ് പഠിക്കുന്നത്. നമ്മളങ്ങോട്ട് 5 മണിക്ക് ഈ ബസ് വന്നാൽ പിന്നെ വരാനുള്ളത് 6:15 ഒരു ബസ് വിടുള്ളൂ. അതോടെ സ്റ്റോപ്പ് കഴിഞ്ഞു. ആ ബസ് ഇവിടെ അങ്ങോട്ട് നിർത്തിയിടും. ആ ലാസ്റ്റ് ബസ് അതാണ്. പിന്നെ അതിനാവും വരിക. അപ്പം നാളെ മുഹറം 10 നാളെ സ്കൂൾ അവധി, പിന്നെ ശനിയാഴ്ച അവധി, പിന്നെ ഞായറും ഇല്ലല്ലോ. പിന്നെ തിങ്കളാഴ്ച ഇവിടുന്ന് കോളേജിലേക്ക് പോയാൽ മതി. +2 പഠിക്കണേ. അപ്പം അത്രയും ദിവസം നമുക്ക് നമ്മുടെ താളുണ്ടാകുമല്ലോ. ബേക്കറിക്ക് വേണ്ടമ്മ. ഞങ്ങൾ ബേക്കറി ഇപ്പൊ കൊണ്ടുവരാത്തോണ്ട് ബേക്കറിക്ക് ഒരു ആർത്തിയാണ് കേട്ടോ. ഈ മിച്ചറ് നുറുക്കൊക്കെ കൊണ്ടുവന്നാല് വേഗം പാത്രം ഒഴിയും. പക്ഷെ ജിമ്മിന് പോകാൻ പക്ഷെ അത് കിട്ടുന്നില്ല. ചായ ഉണ്ടേ? ചൂടുണ്ടല്ലോ. ചൂട് ചക്കൂട്ടൻ ആർക്കും വേണ്ട. ചക്കൂട്ടൻ ചക്കൂട്ടം വേണ്ട. ചക്കൂട്ടം വെറുതെ ചോറിന് ഞാനൊക്കെ തിന്നു. ചെറിയ വിശേഷമാണ്. സന്ധ്യച്ച് പോവല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ അമ്മ കുറച്ചൊക്കെ ഒരു ഓക്കെ അല്ല. ആ ഒരു മുഖം കൂടി ഇങ്ങക്ക് കാണാലോ. അങ്ങനെയൊക്കെ ചായക്കടി അല്ലേ? ചായക്കടി അല്ലേ? അല്ല പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് നമ്മള് വിശേഷമൊക്കെ ആയിട്ട് വന്നത് കേട്ടോ. അപ്പൊ നാളെ കാണാം.